ഹലോ കൂട്ടുകാരെ, ഇതിൻ്റെ പിറന്നാൾ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് ഞാനും രാജേട്ടനും കൂടിയും ഒരു 9:30 ഒക്കെ ആയപ്പോൾ അയ്യപ്പൻകാവ് പോയി. അവിടെ 11 മണി വരെ ഉണ്ടല്ലോ. പിന്നെ ചെറിയ അമ്പലങ്ങളിലേക്കൊക്കെ പോകുകയാണെന്ന് വെച്ചാൽ 9:30-ക്കൊക്കെ പൂജ കഴിഞ്ഞിട്ട് അടച്ചിട്ടുണ്ടാവും. പിന്നെ ശനിയും ബുധനൊക്കെ പിറന്നാൾ വരുമ്പോൾ അയ്യപ്പൻകാവിൽ പോണതാണ് നല്ലതെന്നാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ വഴിപാടൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നേരം കുറേ വൈകിയതല്ലേ. ഇപ്പോൾ കാവിലേക്ക് പോകുമ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അയ്യപ്പൻകാവിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ മടത്തിപ്പറമ്പ് ഒരു കട ഉണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് ചായ കുടിച്ചു. കടിയൊന്നും കഴിച്ചില്ല. കടി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടാണല്ലോ പോയത്. പിന്നെ ഇവിടെ മഞ്ചക്കല്ല് വന്നിട്ട് എണ്ണക്കടിക്കുള്ള കുറച്ച് പച്ചക്കറി ഉള്ളി സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇപ്പോൾ റവമാവ് കഴിക്കാൻ കേട്ടോ. എല്ലാവരുടെയും കഴിക്കൽ കഴിഞ്ഞായിരുന്നു, ഞാൻ മാത്രമേ കഴിക്കേണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പം എന്താ 11:30-12 മണിയായി കേട്ടോ അപ്പോഴേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ സാമ്പാർ വയ്ക്കണം. ചോറ് ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ വയ്ക്കാനുള്ള പരിപാടി കേട്ടോ. പിറന്നാളല്ലേ, പിന്നെ സാമ്പാർ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. വേറെ സ്പെഷ്യൽ ഐറ്റംസും ഒന്നുമില്ല. അപ്പോൾ സാമ്പാർ വയ്ക്കുകയാണ്. അപ്പോൾ ഒരടുപ്പത്ത് സാമ്പാർ വെച്ചു, മറ്റേ അടുപ്പും കത്തിച്ചു. എണ്ണക്കടിക്കുള്ള സമയമായല്ലോ. അപ്പം ഇന്ന് രാവിലെ രാജേട്ടൻ തുറക്കാത്തല്ലേ. അപ്പം ഇനി ഉച്ചയ്ക്ക് കുറച്ച് നേരത്തെ തുറക്കാൻ വിചാരിച്ചു. അപ്പം അങ്ങനെ എണ്ണക്കടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ അടുപ്പത്ത്. അങ്ങനെ സാമ്പാറും എണ്ണക്കടിയും ഒക്കെ ആയി. അപ്പം ഞാൻ കഴിക്കാതിരിക്കുക കേട്ടോ. അപ്പം ഞാൻ രാജേട്ടനോട് വിളമ്പിത്തരാൻ പറഞ്ഞു. പിറന്നാളായിട്ട് ഒറ്റയ്ക്ക് വിളമ്പി കഴിക്കാനും മടി. ആരെങ്കിലും വിളമ്പി തരുമ്പോൾ അതൊരു സന്തോഷമല്ലേ. ഞാൻ വീട്ടിലായിരുന്നപ്പോൾ കല്യാണത്തിന് മുന്നേ അമ്മയാണല്ലോ വിളമ്പി തരിക. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ അമ്മയാണ് ഉണ്ടാക്കി വിളമ്പി തരാറ് ഇവിടെ പിറന്നാളുള്ളപ്പോൾ. അപ്പോൾ ഇപ്രാവശ്യമല്ല, കുറേ ആയിട്ട് ഇപ്പോൾ അമ്മയ്ക്ക് വയ്യ. അമ്മയ്ക്ക് വിളമ്പി തരാനൊന്നും വയ്യ. അപ്പോൾ പിന്നെ ഇവിടെ ആരുമില്ല. പിന്നെ രാജേട്ടനാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ രാജേട്ടനോട് വിളമ്പി തരാൻ പറഞ്ഞിട്ട് അങ്ങനെ രാജേട്ടൻ വിളമ്പി തരിക കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനെന്നും അങ്ങോട്ടാണല്ലോ രാജേട്ടന് വിളമ്പി കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വിളമ്പി തരുമ്പോൾ എന്തോ നല്ല സന്തോഷമായി. രാജേട്ടനാണെങ്കിൽ കിട്ടിയ അവസരം പാഴാക്കാതെ ചോറൊക്കെ തോനെ വിളമ്പി തരാം കേട്ടോ. കഴിച്ചോ പറഞ്ഞിട്ട്. പിറന്നാളിന് മതി എന്ന് പറയാൻ പാടില്ല, 3 പ്രാവശ്യം വിളമ്പണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിളമ്പി തന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ പിറന്നാൾ സദ്യ. അങ്ങനെ അത് പിറന്നാൾ സദ്യയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇത് വൈകുന്നേരത്തെ ഒരു കാര്യമാണ് കേട്ടോ. പാറു സ്കൂളിൽ വന്നപ്പോൾ എനിക്കുള്ള കുറച്ച് പിറന്നാൾ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടാട്ടോ പാറു സ്കൂളിൽ നിന്ന് വരുന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് കടയിലൊക്കെ കയറിയിട്ടാണ് വരുന്നത്. പാറുവിൻ്റെയും ശിവൻ്റെയും മക, രണ്ടാളുടെയും കൂടി മക എനിക്കുള്ള പിറന്നാൾ ഗിഫ്റ്റാണ് കേട്ടോ. ഞാൻ ശരിക്കും അന്തം വിട്ട് പോയിട്ടോ. ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ലത്. ഞാനിത് ചിന്തിച്ചിട്ട് പോലും ഇല്ല കേട്ടോ ഇങ്ങനെ ഒരു കാര്യം. എന്താ വെച്ചാൽ നമ്മളെപ്പോഴും അവർക്കല്ലേ വാങ്ങിക്കൊടുക്കുക. അവർ കുട്ടികളല്ലേ, അവർ നമുക്ക് വാങ്ങിത്തരാറായോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പം അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ആഴ്ച അച്ഛൻ വന്നപ്പോൾ കൊടുത്തതും, പിന്നെ അതേപോലെ രാജേട്ടൻ്റെ കയ്യിൽ നിന്ന് രാത്രി വരുമ്പോൾ ഇങ്ങനെ ഓരോ 10-20 ചില്ലറ രണ്ടാളും ഇങ്ങനെ മേടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ പാടെ കൂട്ടിയിട്ട് അവർ വാങ്ങിയതാണ് കേട്ടോ. ചേച്ചി അനിയത്തിയും കൂടിയുള്ള ഒരു രണ്ടാളും പ്ലാൻ ചെയ്തിട്ട് വാങ്ങി തന്ന സമ്മാനമാണ്. അപ്പോൾ അതും കൂടി എനിക്ക് കാണിച്ചു തരണം എന്ന് തോന്നി കേട്ടോ. ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പോൾ അവൾ വന്നപ്പോൾ ഇത് കാണിച്ചു തരുമ്പോൾ കുറച്ച് സങ്കടമൊക്കെ ആയി, സന്തോഷം. അപ്പോൾ ഞാൻ അവൾക്ക് ചക്കര ഉമ്മയൊക്കെ രണ്ടാൾക്കും കൊടുത്തു. പിന്നെ എനിക്കിത് കാണിച്ചു തരണം എന്ന് തോന്നി കേട്ടോ. എന്താ വെച്ചാൽ ഇതൊരു സന്തോഷമല്ലേ കുട്ടികൾ വാങ്ങി തന്നത്. അപ്പോൾ അതാട്ടോ നല്ല ഭംഗിയുള്ള മാലയും സെറ്റ്, മാലയും കമ്മലും കൂടിയത്, പിന്നെ മോതിരം, പിന്നെ ചെരുപ്പ് കേട്ടോ. അപ്പോൾ ഇത് ചെരുപ്പ് പാറുവിൻ്റെ വകയും, പിന്നെ ഈ മാല, കമ്മൽ, പിന്നെന്താ മോതിരം, പൊട്ട്, ഇത് ശിവയുടെ വകയാണ് കേട്ടോ. അപ്പോൾ ശിവയുടെ അടുത്തുള്ള പൈസ പാറുവിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഇന്നതൊക്കെ വാങ്ങാം അവൾ പറഞ്ഞത്. അപ്പോൾ പാറുവിൻ്റെ മനസ്സിൽ ചെരുപ്പ് വാങ്ങി തരണം എന്നായിരുന്നു. കാരണം എനിക്ക് ചെരുപ്പില്ല കേട്ടോ. എൻ്റെ ചെരുപ്പ് ഇവിടെ പട്ടി നായ്ക്കളിൽ നല്ല ശല്യമുണ്ട്. അപ്പോൾ പട്ടി കടിച്ചുകൊണ്ടേ കാര്യം അവൾക്കറിയാം. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ചെരുപ്പില്ലല്ലോ, അപ്പോൾ അതാണ് ഏറ്റവും അർജൻറ്റ് എന്ന് വിചാരിച്ചിട്ട് അതാണ് അവൾ വാങ്ങിത്തരാൻ കാരണം എന്നാണ് കേട്ടോ അവൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നല്ല ഉപകാരമുള്ള സാധനം തന്നെയാണ് കേട്ടോ എനിക്ക് വാങ്ങിത്തന്നത് ചെരുപ്പ്. ഇതും പിന്നെ മാലയും കമ്മലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ രണ്ടാളും കൂടി തന്ന സമ്മാനമാണ് കേട്ടോ. ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പിറന്നാൾ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ
ഒന്ന് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.